അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ അറഫയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് മിനയിൽ വെച്ച് ഫജ്ർ നമസ്കരിച്ചു. എന്നിട്ട് ഫജ്ർ നമസ്കരിച്ച ശേഷമാണ് നമ്മുടെ അറഫയിലേക്ക് പുറപ്പെട്ടത്. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അൽഹംദുലില്ലാഹ്, വലിയ ഒരു സുന്നത്താണ് യഥാർത്ഥത്തിൽ. അതുകൂടെ നമുക്ക് ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ നമ്മളുള്ളത് അറഫ മരുഭൂമിയിലാണ്. അറഫയെക്കുറിച്ചുള്ള മഹത്വം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരുടെയും ഉള്ളിലുണ്ടാകണം. അറഫ ഞാൻ എന്നെ തിരിച്ചറിയാനുള്ള ഒരു സ്ഥലമാണ്. അതാണ് അറഫ എന്ന പദത്തിൻ്റെ തന്നെ വിവക്ഷ. ഇവിടെ വന്നു നിന്നൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുവിശേഷം അറിയിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നിന്നിട്ടുണ്ട്. അറഫയിൽ എവിടെ നിന്നാലും നമുക്ക് അറഫയിൽ നിന്ന പ്രതിഫലമുണ്ടാകും ഇൻഷാ അള്ളാഹ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കർമ്മം എന്ന നിലയ്ക്ക് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് 2 നമസ്കാരങ്ങളാണ്. ലഹ്ർ അസ്ർ നമസ്കാരങ്ങൾ ജമ്മും ഖസ്റുമാക്കി നമസ്കരിക്കണം. നമ്മളെ വെളിപ്പാടകൽ ഇവിടുന്ന് കാണുന്ന മസ്ജിദുൻ നമിറയുണ്ട്. അത് മസ്ജിദ് നമിറയാണ്, മസ്ജിദ് നമിറയിലേക്കുള്ള വഴിയാണ്. ആ മസ്ജിദുൻ നമിറയിൽ വെച്ച് ഈ 2 നമസ്കാരങ്ങളും ജമ്മും ഖസ്റുമായി ജമാഅത്തായി നടത്തപ്പെടുന്നുണ്ട്. അതിനു മുമ്പ് അവിടെ ഒരു പ്രസംഗമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ പ്രസംഗം നടത്തുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി അദ്ദേഹമാണ്. അദ്ദേഹം മദീനയിലെ ഇമാമാണ്. ആ പ്രസംഗം ഇൻഷാ അല്ലാഹ് നമ്മൾ ആ സംസാരത്തിന് ശേഷം നിങ്ങളെ കേൾപ്പിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മസ്ജിദ് നമിറയിൽ തന്നെ പോകണമെന്നില്ല. നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് നമുക്ക് ജമാഅത്തായിട്ട് ഈ നമസ്കാരം നിർവഹിക്കാം ഇൻഷാ അല്ലാഹ്. ഇനി ഇവിടെ വേറെ നമസ്കാരങ്ങളൊന്നുമില്ല. ബാക്കി ഇവിടെയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിനെ നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കുക, ദിക്ർ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ വെച്ച് ചെല്ലേണ്ട ദിക്ർ അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റാണ്. അതൊക്കെ നമ്മൾ വളരെ വിശദമായി ഹജ്ജ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഞാനത് ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്യുകയാണ്. നിങ്ങൾ ദിക്റുകൾ എണ്ണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണണം, എത്ര ഈ ദിക്ർ ഞാൻ അറഫയിൽ വെച്ച് ചെയ്തു എന്ന്. അത് സത്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വെച്ച് നാം നടത്തേണ്ട പ്രധാനപ്പെട്ട സംഗതി ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഫ്ദലു ദുആഇ ദുആഉ അറഫ. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നോക്കൂ, നമ്മൾ ഇതുവരെയൊക്കെ ദുആ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. നമസ്കാരത്തിന് ശേഷവുമൊക്കെ നമ്മൾ ധാരാളമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ദുആ രേഖപ്പെടുത്തിയ പുസ്തകങ്ങളുണ്ടാകും. നമ്മൾ തന്നെ വിതരണം ചെയ്ത ഖുർആനിലും ഹദീസിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ദുആ ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് ചില നിബന്ധനകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഏറ്റവും പ്രധാനമായത് ഞാൻ ഇന്നലെ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് അള്ളാഹു എനിക്ക് ഉത്തരം നൽകുമെന്ന ഉറപ്പോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ ഉറപ്പാണ്, ആ ഹൃദയമാണ് അള്ളാഹു കാണുന്നത്. ആ ഹൃദയത്തിലാണ് യഥാർത്ഥത്തിൽ ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നതിൻ്റെ അടയാളമുള്ളത്. സംശയത്തോടുകൂടി ആരും ദുആ ചെയ്യരുത്. മാരകമായ രോഗമാണെന്ന് വെക്കുക, ആ രോഗം സുഖമാവുകയില്ലെന്ന് ഭൗതികമായി ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് എന്ന് വെക്കുക. എന്നാലും നമ്മൾ ദുആ ചെയ്യേണ്ടത് അത് സുഖമാകുമെന്ന ഉറപ്പോടുകൂടിയാണ്. അവിടെ നമുക്ക് തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ശക്തി കൊണ്ട്, ഈമാനിൻ്റെ പവർ കൊണ്ട് നമുക്ക് തീർച്ചയായും ആ ദുആയുടെ എഫക്റ്റ് കാണാൻ കഴിയും. അള്ളാഹു അത്തരത്തിലുള്ള നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിർവഹിച്ചു തരുമാറാകട്ടെ. ചെയ്യേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ദുആ ചെയ്യുമ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് അള്ളാഹുവിനെ ധാരാളമായി പുകഴ്ത്തിക്കൊണ്ടായിരിക്കണം. പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാം, അതല്ലെങ്കിൽ മറ്റു വാക്കുകളൊക്കെ പറയാം. നമ്മുടെ ഈ ദുആ പുസ്തകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഇതിലെ 99ാമത്തെ നമ്പർ ഞാനൊരു പ്രത്യേകമായ ദുആ കൊടുത്തിട്ടുണ്ട്. 99 എന്ന നമ്പർ നിങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതിലൊരു ദുആ ഇല്ല. എന്നോട് ആരും ചോദിച്ചിട്ടില്ല എന്തായാലും ദുആ ഇല്ലാത്തത്. പക്ഷേ അതാണ് ഏറ്റവും കടുപ്പമുള്ള ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്നി അശ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ അഹദ് അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നിങ്ങൾക്കറിയാമോ, അള്ളാഹുവിനെ പ്രശംസിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ഏറ്റവും മനോഹരമായ വാക്കുകളാണിത്. ഇതിൻ്റെ ആശയമൊക്കെ നിങ്ങൾക്കറിയുള്ളൂ. അള്ളാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, എനിക്ക് ചോദിക്കാൻ അധികാരമുണ്ട്. കാരണം നീയല്ലാതെ ഇലാഹില്ല, നീ ഏകനാണ്, നീ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്, നീ
ജനിച്ചിട്ടില്ല, നിനക്ക് മക്കളില്ല, നിന്നെപ്പോലെ മറ്റാരുമില്ല, ഇത് വിശ്വസിക്കുന്ന സാക്ഷ്യപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചോദിച്ചു തുടങ്ങുക. ആ ചോദ്യത്തിന് വല്ലാത്ത എഫക്റ്റ് ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, ഹംദോടുകൂടി അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് നാം ചോദിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വേണം ദുആയുടെ ആരംഭത്തിൽ തന്നെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പതിവാക്കിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കാൻ സഹാബത്തിനോട് കൽപ്പിച്ച ഒന്നായിരുന്നു. അപ്പോൾ ഹംദ് വേണം, പുകഴ്ത്തൽ വേണം. പുകഴ്ത്താൻ നമുക്ക് ഇഷ്ടമുള്ള വാചകങ്ങളൊക്കെ ഉപയോഗിക്കാം. ഞാൻ ഈ 99ാമത്തെ ദുആ പറഞ്ഞത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്ന ഒരു വാചകം എന്ന നിലക്കാണ്. അത് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം അള്ളാഹുവിനോട് ചോദിക്കാം. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, ചോദിക്കാൻ തുടങ്ങേണ്ടത് ആദ്യം നാം നമുക്ക് വേണ്ടി ചോദിക്കണം. നമുക്ക് വേണ്ടി ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നമുക്കറിയാലോ. നമ്മുടെ ദുനിയാവും ആഖിറത്തും നന്നാവാൻ വേണ്ടി ചോദിക്കണം, അത് പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സമ്പന്നതയ്ക്ക് വേണ്ടി ചോദിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ചോദിക്കണം. ജോലിയിലും ബിസിനസ്സിലുമൊക്കെ അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാകാൻ വേണ്ടി ചോദിക്കണം. അങ്ങനെ നമ്മുടെ എന്ന് പറയുന്ന ഒരുപാട് സ്വന്തം കാര്യങ്ങളില്ലേ, ആ സ്വന്തം കാര്യങ്ങൾ ധാരാളമായി അള്ളാഹുവിനോട് ചോദിക്കണം. അതോടൊപ്പം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സന്തോഷത്തോടുകൂടി കൺകുളിർമയോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എനിക്ക് സാധിക്കണേ എന്ന പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതോടൊപ്പം ഏറ്റവും പ്രധാനമാണ് സഹോദരങ്ങളെ 3 കാര്യങ്ങൾ. അത് ഞാൻ ഒരു വാചകമായി അറബിയിൽ തന്നെ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹുമ്മ ർസുഖ്നി തൗബതൻ ഖബ്ലൽ മൗത്ത് വറാഹതൻ ഇൻദൽ മൗത്ത് വജന്നതൻ ബഅദൽ മൗത്ത്. അല്ലാഹുവേ, എനിക്ക് മരണത്തിന് മുമ്പ് തൗബ തരണമേ, മരണസമയത്ത് എനിക്ക് റാഹത്ത് തരണമേ, മരണശേഷം എനിക്ക് സ്വർഗം തരണമേ. ഇത് കൃത്യമായി എല്ലാവരും ഈ വാചകം നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാ. അങ്ങനെ പ്രാർത്ഥിക്കണം. നോക്കൂ, നമുക്കറിയാം നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന വല്ലാത്ത പ്രാർത്ഥനയാണത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ ആദ്യമായി അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ, നീയാണ് ആകാശഭൂമികളെ ഇപ്രകാരം സംവിധാനിച്ചവൻ, സൃഷ്ടിച്ചവൻ. മാത്രമല്ല, നീയല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു വലിയുമില്ല. അതുകൊണ്ട് ഞങ്ങളെ നീ മുസ്ലിമായി മരിപ്പിക്കണമേ, സാലിഹ്യങ്ങളുടെ കൂട്ടിൽ ചേർക്കണം. ഇത്തരം വ്യക്തിപരമായ പ്രാർത്ഥനകൾ നിങ്ങൾ നടത്തണം. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാ തരത്തിലുള്ള ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മാതാപിതാക്കൾക്കാണ് 2ാമത്തെ സ്ഥാനം. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാതാപിതാക്കളിൽ മരിച്ചവരുണ്ടാകും, അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തണം. എന്തിനൊക്കെ പ്രാർത്ഥിക്കണം? ഞാനൊരു പ്രാർത്ഥനയുടെ വാചകം പറയുകയാണ്, അത് തന്നെ നിങ്ങൾ നടത്തണമെന്നല്ല, നിങ്ങൾക്ക് ആ പ്രാർത്ഥനയുടെ രൂപം മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരും. അല്ലാഹുമ്മ ജഅൽ ഖബ്റ വാലിദയ്യ റൗദതൻ മിൻ റിയാദിൽ ജന്ന. اللهم اجعل قبر والدي روضة من رياض الجنة وافتح إلى قبرهما بابا من الجنة واجعل حياتهما في البرزخ حياة أفضل وأسعد من الدنيا واجمعني وإياهما في الفردوس الأعلى. നോക്കൂ, ശ്രദ്ധിക്കണം ആ വാചകം. اللهم اجعل قبر والدي روضة من رياض الجنة. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കളുടെ ഖബർ സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു തോട്ടമാക്കി മാറ്റണമേ. വഫ്തഹ് ഇലാ ഖബരിഹിമാ ബാബൻ മിനൽ ജന്ന. അവരുടെ ഖബറിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ നീ തുറന്നു കൊടുക്കണമേ. വജഅൽ ഹയാതഹുമാ ഫിൽ ബർസഖി ഹയാതൻ അസ്അദ വഅഫ്ദല മിനദ് ദുനിയ. അവരുടെ ബർസഖിയായ ജീവിതം ദുനിയാവിൽ അവരനുഭവിച്ച ജീവിതത്തേക്കാൾ മനോഹരവും ഭംഗിയുള്ളതുമാക്കി തീർക്കണമേ. അവസാനത്തെ വാചകം വജ്മഅനി വഇയ്യാഹുമാ ഫിൽ ഫിർദൗസിൽ അഅ്ല. ആ 2 പേരെയും എന്നെയും നീ അല്ലാഹുവേ നിന്റെ ഫിർദൗസിൽ അഅ്ലയിൽ ഒരുമിച്ച് ചേർക്കണമേ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, മാതാപിതാക്കൾ മരിച്ചവരെ കുറിച്ച്. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ആരോഗ്യത്തിന് വേണ്ടി, അവരുടെ ഈമാനിന് വേണ്ടി, അവരുടെ നല്ല അവസാനത്തിന് വേണ്ടി, അവർക്ക് കൂടുതൽ നന്മ ചെയ്യാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാകാൻ വേണ്ടി, അവർ നമ്മളെ ഇഷ്ടപ്പെടാൻ വേണ്ടി, തൃപ്തിപ്പെടാൻ വേണ്ടി റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വറബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ തുടങ്ങിയ വാചകങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെയുള്ള വാക്കുകളുമൊക്കെ കൂട്ടിക്കലർത്തി ചോദിച്ചുകൊണ്ടിരിക്കുക. 3ാമത്തേത്, നമ്മുടെ ഇണകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ പ്രത്യേകം പറയുകയാണ്, എൻ്റെ കൂടെ ഒരു ഇണകളല്ലാത്ത 3 ആളുകൾ മാത്രമാണുള്ളത്. ഈ ഇണകളെല്ലാവരും ഒരുമിച്ച് വന്നിട്ടുള്ളത് ഹജ്ജിനാണ്. ഞാൻ പറഞ്ഞു പലപ്പോഴും, എന്തൊരു ഭാഗ്യവാന്മാരാണ് നിങ്ങളെന്ന്. നിങ്ങളുടെ ഇണയുടെ കയ്യും പിടിച്ച് ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് തന്നാൽ നിങ്ങൾ ആലോചിക്കൂ. നിങ്ങളുടെ ഇണയുടെ കയ്യും പിടിച്ച് ഈ അറഫ മൈതാനിയിൽ നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു തീർച്ചയായും സ്വർഗത്തിൽ നിൽക്കാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകും, സ്വർഗത്തിലെത്താൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകും. നിങ്ങൾ അതിനു വേണ്ടിയാണ് ആദ്യം ചോദിക്കേണ്ടത്. എനിക്കും എൻ്റെ ഇണക്കും സ്വർഗത്തിൽ ഒരുമിച്ച് ചേരണമെന്ന പ്രാർത്ഥന, ഞങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും ബർക്കത്തുമുള്ളതാകണേ എന്ന പ്രാർത്ഥന. നോക്കൂ, ഒരിക്കലും
പോകരുത്. ഒരു പക്ഷേ നമുക്കിടയിൽ പലതരത്തിലുള്ള സ്വാരസ്യങ്ങളും ഉണ്ടാകാം, വെറുപ്പുകളും സംസാരങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാകാം. നോക്കൂ, ഹജ്ജോടുകൂടി അത് അവസാനിക്കണം. ഈ അറഫയിൽ വെച്ച് അവസാനിക്കണം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുറുമുറുപ്പിന് സ്ഥാനമില്ല. കാരണം സ്വർഗത്തിൻ്റെ അവകാശികളായാണ് നാം തിരിച്ചു പോകുന്നത്. കുടുംബജീവിതത്തിൽ ഇതൊക്കെ സാധാരണയാണ് എന്നൊരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങളിപ്പോൾ ഒരു സാധാരണക്കാരനല്ല, നിങ്ങളിപ്പോൾ മുഅ്മിനായ സ്വർഗത്തിൻ്റെ ഉടമയായ ഒരു മനുഷ്യനും ഒരു സ്ത്രീയുമാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറില്ലേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? ആ പ്രാർത്ഥനയിൽ നിന്ന് സലഫു സാലിഹീങ്ങൾ ഉൾക്കൊണ്ട മറ്റൊരു വാചകം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അല്ലാഹുമ്മ ജഅൽ, നോക്കൂ, ഓരോ സ്ത്രീയും പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ജഅൽ സൗജി, അല്ലാഹുമ്മ ജഅൽ സൗജി ഖുറത ഐനിൻ ലി, എൻ്റെ ഭർത്താവിനെ എനിക്ക് നീ ഖുറത ഐനാക്കി തീർക്കണമേ. ശ്രദ്ധിക്കണം. അല്ലാഹുമ്മ ജഅൽ സൗജി ഖുറത ഐനിൻ ലി, അതോടൊപ്പം പ്രാർത്ഥിക്കണം വജഅൽനി ഖുറത ഐനിൻ ലഹാ, എന്നെ അദ്ദേഹത്തിനും ഒരു കുളിർമയുള്ളവനാക്കി ഖുറത ഐനാക്കി മാറ്റണമേ എന്ന് പുരുഷന്മാർ മുഴുവൻ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ജഅൽ സൗജതി ഖുറത ഐനിൻ ലി, അല്ലാഹുവേ എൻ്റെ സൗജത്തിനെ, എൻ്റെ ഇണയെ എനിക്ക് നീ ഖുറത ഐനുള്ളതാക്കി തീർക്കണമേ. അതുപോലെ തന്നെ കൂട്ടത്തിൽ ചേർക്കണം വജഅൽനി ഖുറത ഐനിൻ ലഹാ, എന്നെ അവൾക്ക് നീ ഖുറത ഐനാക്കി മാറ്റി കൊടുക്കണമേ എന്ന്. ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അതാണ് മൂന്നാമതായി പറയാനുള്ളത്. നാലാമതായി നമ്മൾ ദുആ ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ മക്കൾ നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളാണ്. നിങ്ങൾക്കറിയാം, അവരുടെ എല്ലാ നന്മയ്ക്ക് വേണ്ടി, മക്കൾ എന്ന് പറഞ്ഞാൽ മക്കളും മക്കളുടെ മക്കളും ഒക്കെ മക്കളിൽപ്പെട്ടതാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. അവരുടെ വർക്കത്തിന് വേണ്ടി, അവരുടെ അന്തസ്സിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിലെ ഉയർച്ചയ്ക്ക് വേണ്ടി, നല്ല ജോലി അവർക്ക് കിട്ടാൻ, അതോടൊപ്പം നല്ല തർബീയത്ത് അവർക്ക് കിട്ടാൻ. നമ്മളൊക്കെ കുട്ടികളെ നന്നായി വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർ ഖുർആൻ പഠിക്കാൻ വേണ്ടി, ഖുർആൻ്റെ അഹ്ലുകാരായി നമ്മുടെ മക്കൾ മാറാൻ വേണ്ടി ഇത് നമ്മൾ പ്രത്യേകം ദുആ ചെയ്യണം. നോക്കൂ, എങ്കിലേ നമുക്ക് ആ മക്കളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂ. അല്ലാഹു പറഞ്ഞില്ലേ, വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, മക്കൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഭാഗമായാണത് പറഞ്ഞത്. നോക്കൂ, അവരെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണേ എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരെ മാത്രമല്ല, അവരുടെ കൂട്ടത്തിൽ നിന്ന് സാലിഹികളായ മാതാപിതാക്കളെയും ഇണകളെയും സന്താനങ്ങളെയും എന്ന് പ്രത്യേകം മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഉള്ളിൽ വരാൻ, മക്കൾക്ക് നല്ല തർബിയത്ത് കിട്ടാൻ, നല്ല ദീനുണ്ടാകാൻ, ശക്തിയുള്ള ഈമാനിൻ്റെ ഉടമകളാകാൻ നിങ്ങളൊക്കെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അതോടൊപ്പം നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ടാവും. അതിൽ നമ്മുടെ നാട്ടുകാരുണ്ടാകും, അതിനേക്കാളുപരി നമ്മുടെ ബന്ധുക്കളുണ്ടാകും, കുടുംബക്കാരുണ്ടാകും. എല്ലാവർക്കും പേരെടുത്ത് പറയാൻ സാധിക്കുന്നവരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കൈ ഉയർത്തുമ്പോൾ അവരുടെയൊക്കെ ചിത്രം നമ്മുടെ കൈയിൻ്റെ വെള്ളയിൽ പൊന്തി വരണം. എന്നിട്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി, ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോന്നും ചിലപ്പോൾ എടുത്തു പറയാൻ സമയം കിട്ടിയില്ലെങ്കിലും അള്ളാഹുവിനറിയാലോ, അങ്ങനെ പറഞ്ഞാൽ മതി, അള്ളാഹുവെ അവരുടെ ആവശ്യങ്ങളൊക്കെ, സാലിഹായ ആവശ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാലും നമ്മുടെ ബാധ്യത തീരും. നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മുസ്ലിം ഉമ്മത്ത് നമുക്കറിയാം വളരെ ദുർബലമാണ്. ഇത് നമ്മൾ മക്കയിലൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടു മുസ്ലിം ഉമ്മത്ത് മുഹമ്മദിൻ്റെ വലിപ്പത്തര എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹറമെന്നൊക്കെ പുറത്തിറങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരെ നാം ഒരു കണ്ണുകൊണ്ട് കാണുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ച് പോയി, റസൂലുള്ളാഹി പറഞ്ഞ വാചകം, നിങ്ങളന്ന് അന്തുമുൽ യൗമ കസീർ എന്ന് പറഞ്ഞല്ലോ, നിങ്ങളന്ന് വളരെയധികം ഉണ്ടാകും, പക്ഷേ അങ്ങനെ ആയിപ്പോയിട്ട് നമ്മുടെ ഉമ്മത്ത് ഒലിച്ചു പോകുന്ന വെള്ളത്തിലുള്ള നൊരയും പതയും പോലെ നമ്മുടെ ഉമ്മത്ത് മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. ഉമ്മത്തിൻ്റെ സകലമാന നന്മയ്ക്ക് വേണ്ടിയും, പ്രത്യേകിച്ചും മുസ്ലിം ഉമ്മത്തിന് തൗഹീദ് ഉണ്ടാകാൻ, ഈമാൻ ഉണ്ടാകാൻ, ഉമ്മത്തിന് ഐക്യത്തോടുകൂടി നിലനിൽക്കാൻ, ഉമ്മത്ത് ഖുർആനിനെ സ്നേഹിക്കുന്നവരും ഖുർആനെ പഠിക്കുന്നവരുമാകാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, അതോടൊപ്പം നമ്മുടെ നാട്ടിലൊക്കെയുള്ള ദീനീ സ്ഥാപനങ്ങളുണ്ട്. പള്ളികളുണ്ടാകും, മദ്രസകളുണ്ടാകും, ഇസ്ലാമിക കേന്ദ്രങ്ങളുണ്ടാകും, പാഠശാലകളുണ്ടാകും, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ടാകും. ഇവിടൊക്കെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. കൂട്ടത്തിൽ ഞാനൊരു കാര്യം പ്രത്യേകം പറയുകയാണ്. നമ്മളൊക്കെ അൽമനാറിൽ നിന്നാണ് വന്നത്. നിങ്ങളൊക്കെ അൽമനാർ സെന്ററിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു അനുഗ്രഹമാണ് ദുബായ് നഗരത്തിൽ അതിമനോഹരമായ രീതിയിൽ ഖുർആനിൻ്റെ വിജ്ഞാനങ്ങളും പഠിപ്പിക്കാൻ അള്ളാഹു നമുക്കൊരു സംവിധാനം ഒരുക്കി തന്നത്. അപ്പോൾ അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അത് നിലനിൽക്കാൻ വേണ്ടി, പുതിയ കാലഘട്ടത്തിൽ പുതിയ രീതിയിൽ ആളുകളുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ഇറങ്ങിച്ചെല്ലാൻ അൽമനാറിന് സാധിക്കാൻ നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഈ സമയത്ത് വസിയ്യത്ത് ചെയ്യുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു, ഇനി കൂടുതൽ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ലോകത്ത് മുഴുവൻ സമാധാനമില്ലായ്മ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും പ്രവാസികളായ നാം അത് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ മാത്രമല്ല,
ഇന്ത്യയിലുള്ള നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ആളുകൾ പോലും നിങ്ങൾ കണ്ടില്ലേ, ഗ്യാസിന് വില കൂടി, പെട്രോൾ ആകെ പ്രശ്നമാണല്ലോ. അപ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടാകണം. ആ ലോക സമാധാനത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. മുസ്ലിങ്ങളെ അതിക്രമിച്ചുകൊണ്ടല്ല, നശിപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് മുസ്ലിങ്ങൾക്ക് മേൽക്കോയ്മ കിട്ടിക്കൊണ്ട് ലോകത്ത് സമാധാനം ഉണ്ടാകാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. സർവോപരി നമ്മുടെ ഈ ഹജ്ജ് കഴിഞ്ഞ് മബ്റൂറായ, മഖ്ബൂലായ, മൈസൂറായ ഹജ്ജ് നിർവഹിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്കൊക്കെ നമ്മുടെ കുടുംബത്തിലെത്തിച്ചേരാൻ, വീട്ടിലെത്തിച്ചേരാൻ നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. ഇന്ന് അവസാനിക്കുന്ന ഈ അറഫാ ദിനത്തോടുകൂടി നമ്മളിലുണ്ടാകുന്ന ഈമാനിക ചൈതന്യം നിലനിൽക്കാതെ മരിക്കുന്നതുവരെ കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.